Hello everyone, welcome to your reviewing channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് Redmi 9 പവറിന്റെ സ്പെക്സുകളാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വരണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശരി ഫ്രണ്ട്സ്, ഈ മൊബൈലിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ മൊബൈലിന്റെ ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 6.53 ഇഞ്ചസ് ആണ്. ഇത് ഫുൾ HD മൾട്ടി ടച്ച് സ്ക്രീനാണ്. ഇത് 108 പിക്സൽ റെസൊല്യൂഷനാണ്. പിന്നെ ഇത് രണ്ട് വേരിയൻറ്റിൽ ഇറങ്ങണം. ഒന്ന് 4GB റാമും 64GB ഇൻ്റൽ മെമ്മറിയും, ഒന്ന് 6GB റാമും 128GB ഇൻ്റൽ മെമ്മറിയും. പിന്നെ ഇതിൽ ഡെഡിക്കേറ്റ് ആയിട്ട് നമുക്ക് മെമ്മറി കാർഡും ഇടാൻ പറ്റും. അടുത്ത് ആൻഡ്രോയിഡ് 10 OS ആണ് ഇതിലുള്ളത്. സ്നാപ്ഡ്രാഗൺ 662 പ്രോസസ്സറാണ്. ഇതിന് Redmi 9 പവർ എന്ന് ചേർക്കാൻ കാരണം ഇതിൽ 6000 mAh ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് 18 വാട്ട് ചാർജറുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്, GPS സപ്പോർട്ടുണ്ട്, ഇതിൽ USB 2.0 OTG കണക്റ്റും ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ വന്നിട്ട് 5.0 ആണ്. പിന്നെ ഇതിൽ ഡ്യുവൽ സിം ഇടാൻ പറ്റും. കൂടാതെ ഇതിലിരിക്കുന്ന സെൻസേഴ്സൊക്കെ നോക്കിയാൽ ലൈറ്റ് സെൻസറുണ്ട്, ആക്സിലോമീറ്റർ സെൻസറുണ്ട്, പ്രോക്സിമിറ്റി സെൻസറുണ്ട്. ക്യാമറയെ കുറിച്ച് നോക്കിയാൽ ബാക്കിൽ 4 ക്യാമറയാണ്. 48 മെഗാപിക്സൽ, 8 മെഗാപിക്സൽ, 2 മെഗാപിക്സൽ, അടുത്തൊരു 2 മെഗാപിക്സൽ. ഫ്രണ്ടിൽ നോക്കിയാൽ ഒരു ക്യാമറ തന്നെ 8 മെഗാപിക്സൽ മാത്രം. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പീഡ് ചെയ്യാൻ വേണ്ടി UFS 2.2 സ്റ്റോറേജ് സെറ്റിങ്സും ഇതിലുണ്ട്. പിന്നെ ഈ മൊബൈൽ 4 കളർ വേരിയൻറ്റിലാണ് ഇറങ്ങുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കാണിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.